Namah Shivaya. എലോൺ എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിന്റെ സാങ്കേതിക ഘടകങ്ങളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും അതുപോലെ തന്നെ സംവിധാന മികവിനെ കുറിച്ചും ഒന്നുമല്ല ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. പക്ഷെ അതിൽ ചില വശങ്ങൾ ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൽ ചർച്ച ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നത്. എലോൺ എന്ന സിനിമ യഥാർത്ഥത്തിൽ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ഒറ്റയ്ക്ക് ഒരിടത്ത് താമസിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിനുണ്ടാകുന്ന അത്ഭുതപ്പെടുത്തുന്നതായ ചില വെളിപ്പെടുത്തലുകൾ, അത് വളരെ വിചിത്രമായിട്ടുള്ള, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ തെളിയിക്കലിലേക്ക് നീങ്ങുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം അതൊരു സ്പോയിലറായി മാറും എന്നുള്ളത് കൊണ്ടാണ്. നമുക്കിതിനകത്ത് ആവശ്യമുള്ള വസ്തുതകൾ മാത്രം സംസാരിക്കാം. ഏതോ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രത്തിനായി കണ്ട ഒരു പരസ്യവാചകം ഓർമ്മിക്കുന്നുണ്ട്. ഡു യു തിങ്ക് യു ആർ എലോൺ? ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, തിങ്ക് എഗെയിൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്, ഒരിടത്ത് ഒറ്റയ്ക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ യു മസ്റ്റ് തിങ്ക് എഗെയിൻ എന്നാണ്. ഒന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം നമ്മുടെ ചുറ്റാകെ ഉണ്ടാകുന്ന അദൃശ്യമായിട്ടുള്ള ചില സാന്നിധ്യങ്ങളെ കുറിച്ചുള്ള ഒരു സൂചനയായിട്ടാണ് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതിന്റെ ഒരു കെട്ടും മട്ടും എന്ന് പറയുന്നത്, ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായി പോകുന്ന ഒരാൾ. അപ്പോൾ ആ ആള് ആ പരിസരത്ത് നിന്ന് അയാൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ചില പ്രത്യേകമായ സംവേദനങ്ങളുണ്ട്, ചില പ്രത്യേകമായ ശബ്ദങ്ങളുണ്ട്, ചില പ്രത്യേകമായ ഇടപെടലുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇടപെടലുകൾ അയാളുടെ ബോധമണ്ഡലത്തിലേക്ക് കയറി വരികയും അയാൾ അതിനോട് വൈകാരികമായി പ്രതികരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും പല ആളുകളുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഏകാന്തമായ സ്ഥലികളിലേക്ക് നമ്മൾ പെടുമ്പോൾ ആ സ്ഥലികളിൽ ഉണ്ടായിരുന്ന ഓർമ്മകളുടേതായ ചില സ്പന്ദനങ്ങൾ അവിടെ ശക്തിപ്പെടുത്തുന്നതാവാം, അല്ലെങ്കിൽ അത് ഉണർന്നു വരുന്നതാകാം. ഇപ്പൊ സൈക്കോളജിയുടെ മേഖലയിൽ നമുക്ക് പലപ്പോഴും ഇതിനെ വിചിത്രമായിട്ടുള്ള ചില മാനസിക രോഗങ്ങളായിട്ട് അല്ലെങ്കിൽ മനോരോഗങ്ങളായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു പദമാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഇപ്പൊ സ്കിസോഫ്രീനിയ ആയിട്ടുള്ള പല ആളുകൾക്കും ഇങ്ങനെയുള്ള ചില ഭാവന കലർത്തിയ കഥകൾ ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷെ പാരാസൈക്കോളജിയിൽ നമ്മൾ പറയുന്നത് ഓരോ സ്ഥലത്തും ആ സ്ഥലത്ത് അധിവസിച്ചിരുന്നതായ പലതരത്തിലുള്ള എനർജികളുടെ അല്ലെങ്കിൽ ഊർജ്ജ വിന്യാസങ്ങളുടേതായ വിനിമയങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സൈക്കിക് വൈബ്രേഷൻസുമായിട്ട് പെട്ടെന്ന് തന്നെ ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അത് പോസിറ്റീവായിട്ടുള്ളതുമാകാം നെഗറ്റീവായിട്ടുള്ളതുമാകാം, അങ്ങനെയുള്ള ആളുകൾ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ ചിലരെ ബോധപൂർവം അവിടെ എത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചില പ്രത്യേകമായ ശക്തികളുടെ സ്വാധീനം കൊണ്ട് അവിടെ എത്തിക്കപ്പെടുന്നു. ഇപ്പോൾ ഇറങ്ങിയ മറ്റൊരു സിനിമയുണ്ട്, നാൻപകൽ നേരത്ത് മയക്കം. ആ സിനിമയിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണാൻ പറ്റും. അവിടെ സോൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരമായ ഒരു സംഭവ വികാസമാണ് അവിടെ ലിജോ ജോസ് പെല്ലിശ്ശേരി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം, കാരണം ഞാൻ സിനിമ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ചില വ്യാഖ്യാനങ്ങൾ, പഠനങ്ങൾ വായിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലത്തുണ്ടാകുന്ന ഒരു സൈക്കിക് വൈബ്രേഷൻ, അതിനെ ക്യാച്ച് ചെയ്യാൻ കഴിവുള്ള സൈക്കിക് ആയിട്ടുള്ള ഒരാൾ അവിടെ വന്നു ചേരുന്നു. ആ സമയത്ത് മേ ബി ചിലപ്പോൾ സംഭവിക്കുന്ന സോൾ ജമ്പിങ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടാകാം. അതായത് ഈ പറയുന്ന അവിടെ നിൽക്കുന്നതായ ചില പ്രത്യേകമായുള്ള വൈബ്രേഷൻസ് അവരുമായിട്ട് കണക്ട് ആകുന്ന തരത്തിലുള്ള വൈബ്രേഷൻസ് ഉള്ള മറ്റൊരാളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആകുന്നു, അല്ലെങ്കിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ഇഴുകിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത്തരം ഒരു പ്രതിഭാസമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഇവിടെ ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്നത് മലയാള സിനിമകളിൽ മിക്കവാറും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ലോകത്തിൽ ഒരുപാട് സ്കിസോഫ്രീനിയൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള റസൽ ക്രോ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസറുടെ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹം സ്കിസോഫ്രീനിയക്കായിരുന്നു. അപ്പോൾ സ്കിസോഫ്രീനിയക്ക് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഈ മനോരോഗങ്ങളെ നമുക്ക് ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാനോ അല്ലെങ്കിൽ നിർവചിക്കാനോ സാധിക്കുകയില്ല എന്നറിയാം. കാരണം അത് മറ്റൊരാളുടെ മനോമണ്ഡലത്തിൽ നടക്കുന്ന പ്രത്യേകമായിട്ടുള്ള വിനിമയങ്ങളാണ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകളാണ്. അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനോ ഇന്റർപ്രറ്റ് ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡേറ്റ അല്ലെങ്കിൽ അതിനുള്ള ഒരു സാങ്കേതികത ഇന്ന് നമ്മുടെ കയ്യിലില്ല എന്ന് വേണം പറയാം.
അപ്പോൾ അത് ചിലതൊക്കെ തന്നെ ഈ പറയുന്ന ഊഹാപോഹങ്ങളിലൂടെയും അതുപോലെ തന്നെ പ്രത്യേകമായ രീതിയിലുള്ള സ്പെക്കുലേഷൻസിലൂടെയും ഗസ് വർക്കുകളിലൂടെയൊക്കെ നമ്മൾ എടുക്കുന്ന അനുമാനങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പർട്ടിക്കുലറായുള്ള ഈ സ്ഥലത്ത് വന്ന് ചേരുന്ന ഒരാൾ അവിടെ ഉണ്ടാകുന്ന ഈ വൈബ്രേഷൻസിനെ ക്യാച്ച് ചെയ്യുകയും ആ ക്യാച്ച് ചെയ്ത സാധനങ്ങളുടെ പിറകെ അയാൾ പോവുകയും ഏറ്റവും ഒടുവിൽ അയാൾക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. അപ്പോൾ ആ സിനിമയിൽ പറയുന്ന മറ്റൊരു പദമുണ്ട്, ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. അത് വളരെ ലഘുവായിട്ട് ആ സിനിമയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഒരു ചെറിയ ചിത്രശലഭം ചിറകടിക്കുമ്പോൾ പക്ഷേ അത് അതിൻ്റെ ആ ഒരു അനുരണനങ്ങൾ എന്ന് പറയുന്നത് ബൃഹത്തായി വലുതായി വന്നിട്ട് മറ്റേതെങ്കിലും രാജ്യത്ത് നടക്കുന്ന വളരെ വലിയൊരു കൊടുങ്കാറ്റായിട്ട് ഇത് മാറിയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരെണ്ണം ഉണ്ടാകുന്ന ഒരു സ്പന്ദം അത് അതിന്റെ ആവർത്തികൾ വർദ്ധിച്ച് അത് മറ്റൊരു സ്ഥലത്ത് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ബട്ടർഫ്ലൈ ഇഫക്റ്റിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നമുക്കിതിനെ ഈ ഒരു കർമ്മ ഡൈനാമിക്സുമായിട്ട് കണക്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മയും അത് യഥാർത്ഥത്തിൽ പലതരത്തിലേക്ക് പോകുന്നതാണ് അല്ലെ. നമ്മൾ ഈ അർജുനന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ എടുക്കുമ്പോൾ 1, അതിനെ തൊടുക്കുമ്പോൾ 10, പിന്നെ അത് വിടുമ്പോൾ 100, പിന്നെ അത് കൊള്ളുമ്പോൾ 1000 എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്ന ഈവൻ ഒരു ചെറിയ കാർമിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുന്നു, അത് പല തലങ്ങളിലാണ് അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രസ്ഫുരണങ്ങൾ ഉണ്ടാകുന്നത് എന്നും നമുക്ക് ഇതിനോടുകൂടി ചേർത്ത് വായിക്കാം. അപ്പോൾ അത് എൻ്റയർ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇന്നർ നെറ്റിനാൽ കണക്റ്റഡ് ആണ്. നമ്മൾ സാധാരണ ഇന്റർനെറ്റ് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇന്റർനെറ്റ് അല്ലെ. ആന്തരികമായിട്ട് നമ്മെ കണക്ട് ചെയ്യുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട്, അതിനാണ് നമ്മൾ ഇന്റർനെറ്റ് എന്നുകൊണ്ട് പറയുന്നത്. ഈ ഇന്റർനെറ്റിൽ നടക്കുന്ന ഏതൊരു ചെറിയ ചലനവും, അതായത് ഒരു കാർമിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അതിൻ്റെതായ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രവർത്തികളും നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇനി ഈ പറയുന്ന തരത്തിലുള്ള ഈ സോളുകൾ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ പറയുന്ന ടൈം പൂളുകളിൽ പെട്ടു പോകുന്നു, അല്ലെങ്കിൽ സ്പേസ് പൂളുകളിൽ പെട്ടു പോകുന്നു അല്ലെ. സമയത്തിൻ്റെയും കാലത്തിൻ്റെതുമായ ചില ചുഴികളിൽ പെട്ടു പോകുന്നു. ഒരു ചുഴിയിൽപ്പെട്ടു പോകുന്ന ഒരാളിന് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. നമ്മൾ അവിടെ കിടന്ന് കറങ്ങാൻ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ടൈമിൻ്റെയും സ്പേസിൻ്റെയും എല്ലാ തരത്തിലുള്ള ഡയമെൻഷൻസും അവിടെ കട്ട് ഓഫ് ആയി പോവുകയും അവർ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കർമ്മയിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് അവരിങ്ങനെ ഒരു വേൾഡ് പൂളിൽ പെട്ടതുപോലെ അവരിങ്ങനെ ഉടറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് വരുന്ന ഈ വൈബ്രേഷൻസ് ക്യാച്ച് ചെയ്യാൻ കഴിവുള്ള മറ്റൊരു എൻറ്റിറ്റിക്ക് മാത്രമേ ഇതിനെ അവരുമായിട്ട് കറസ്പോണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചില പ്രത്യേകമായ ആളുകൾക്ക്, അപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട് എല്ലാവർക്കും അവിടെ അത് കാണാൻ കഴിയുന്നില്ല. ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില പ്രത്യേകമായ മണങ്ങൾ ചില ആളുകൾക്ക് കിട്ടുന്നു എന്ന് പറയുന്നു, ചില കാഴ്ചകൾ കിട്ടുന്നു എന്ന് പറയുന്നു. ചില ആളുകൾക്ക് പറയാറുണ്ട് ഇന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഇന്ന ആളിനെ ഞാൻ കണ്ടു, ഇന്ന തരത്തിലുള്ളൊരു വൈബ്രേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിന്റെ ചില പ്രത്യേകിച്ചുള്ള, അതിന് നമ്മൾ കൂടുതൽ അതിന് സാങ്കേതികതയൊന്നും പറയുന്നില്ല, നമുക്കറിയാവുന്ന മുറിശാസ്ത്രം വെച്ചുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്തതായ ഒരുപാട് സംഗതികൾ നമ്മുടെ ചുറ്റാകെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അതിൻ്റെതായ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് തമ്മിലുള്ള ഒരു സംവേദനം ഉണ്ടാകുന്നത്, ശരിയായ രീതിയിലുള്ള ഒരു കോൺസണൻസ് അവിടെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരേ ആവൃത്തിയിലുള്ള വ്യത്യസ്തരായ മനുഷ്യർ അല്ലെങ്കിൽ വ്യത്യസ്തരായ ജീവവിഭാഗങ്ങൾ വരുമ്പോഴാണ് ആ ശരിയായുള്ള റെസൊണൻസ് അവിടെ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ആ ഒരു റെസൊണൻസ് ഫീൽഡിൽ വരുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു ശരിക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്കെന്നെ അറിയാം, നമുക്കില്ലാത്ത പല കഴിവുകളുമുള്ള പല മൃഗങ്ങളും അതുപോലെ തന്നെ പക്ഷികളുമൊക്കെ ഉണ്ട്. കാലന്റെ വരവ് വിളിച്ചറിയിക്കുന്ന കാലൻപുള്ളു മുതൽ ഇങ്ങോട്ടുള്ള ജീവജാലങ്ങൾ, അതുപോലെയാണ് നമുക്ക് അറിയാം പട്ടികൾ പ്രത്യേകമായ രീതിയിൽ ഓരിയിടുന്നതും, അതുപോലെ തന്നെ മറ്റ് പല ജീവികൾക്കും ഇതുമാതിരിയുള്ള ചില വൈബ്രേഷൻസിനെ അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനും ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ എനർജികൾ തമ്മിലുള്ള ഒരു കോൺകോഡ് സംഭവിക്കുമ്പോഴാണ് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഡിസോൾവിങ് നടക്കുന്നത്. ഈ വരുന്ന വ്യക്തിയും ആ ഒരു ഊർജ്ജമണ്ഡലവുമായിട്ട് വളരെ പെട്ടെന്ന് ഇഴുകിച്ചേരുകയും അവർ തമ്മിൽ ആ ഒരു കറസ്പോണ്ടൻസ് നടത്തുകയും ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ സിനിമയിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മളൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ആളുടെ ശരീരത്തിലുള്ള ദശപ്രാണന്മാരിൽ ഏറ്റവും അവസാനത്തെ പ്രാണനായ ധനഞ്ജയൻ
എന്ന് പറയുന്ന പ്രാണൻ പൂർണ്ണമായിട്ടും ഇവിടെ വിട്ടു പോകുന്നില്ല. അപ്പോൾ അതാണ് ശരിക്കും ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ വാസനകളൊക്കെ പിടിച്ചു നിലനിർത്തുന്ന ഒരു സംഭവം. അപ്പോൾ ആ പ്രാണന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന ആത്മാക്കൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ആത്മാവിന്റെ ആ എല്ലാ അംശങ്ങളും പൂർണ്ണമായിട്ടും വിട്ടുപോകാത്തതും അതിൻ്റെ ഒരു വൈബ്രേഷൻ അവിടെ നിലനിൽക്കുന്നതും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അതൊരു ഐ ഓപ്പണറാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ 2 മണിക്കൂർ നമ്മളൊരു നടനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ബോറടിയൊന്നും തോന്നില്ല, കാരണം അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാള സിനിമയിലെ ചില അവിഭാജ്യ ഘടകങ്ങളായിട്ട് മാറുന്ന ചില ക്ലീഷേസ് ആ സിനിമയിലുണ്ട്. അതെല്ലാം ഒഴിവാക്കി കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു മികവാർന്ന ഡിറക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതെന്തായാലും കാലാതിവർത്തിയായ ഒരു സിനിമയായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അല്ലെങ്കിൽ മാറുമായിരുന്നു എന്നാണ്. ശരിക്കും ഒരു ഹോളിവുഡ് ടച്ചുള്ള അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് എലമെന്റ്സ് പറയുന്ന, ഇപ്പോൾ മനോജ് ശ്യാമളനെ പോലുള്ള ആൾക്കാരൊക്കെ ഡയറക്റ്റ് ചെയ്യേണ്ടിയിരുന്ന ഒരു ചിത്രമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്രയും ആവൃത്തിയുള്ള കാമ്പുള്ള ഒരു തീമുള്ള ഒരു സിനിമ തന്നെയാണ് എലോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: വെൻ യു ആർ തിങ്കിങ് എലോൺ, തിങ്ക് അഗെയിൻ. അല്ലെ, എപ്പോഴാണോ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നത് ആ സമയത്തൊക്കെ നമുക്ക് ഒന്നുകൂടി ആലോചിച്ച് നോക്കാം നമ്മൾ ശരിക്കും ഒറ്റയ്ക്കാണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, അത് വിഷയമില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് കണ്ട ചില കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംവദിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇന്ന് കണ്ട സിനിമയാണ്. വളരെ പെട്ടെന്ന് തന്നെ ആ സിനിമയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. തീർച്ചയായിട്ടും നാൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമയിൽ ഇതുവരെ ഉള്ള കുറച്ച് എലമെന്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. സിനിമ കണ്ട ഉടൻ തന്നെ നമുക്ക് അതിൻ്റെ പോയിന്റ്സും നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. ഹാവ് എ ഗ്രേറ്റ് ടൈം അഹെഡ്.